ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഒരു യോഗ് ഡിസൈൻ ചെയ്യാവേ. ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് കേട്ടോ. ഞാൻ പേപ്പറിൽ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നെക്ക് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക. താഴോട്ട് ഒരു 13 ഇഞ്ചസിൽ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് തന്നെ ഇതുപോലെ ഒരു ഷേപ്പ് വരയ്ക്കുക കേട്ടോ. നമുക്കത് റാൻഡം വൈസ് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഞാൻ തന്നെ ഇതൊരു ഫ്രീ ഹാൻഡായിട്ട് വരച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഡിസൈൻ വരച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ഇതുപോലെ ഒരു ചെറിയൊരു റൗണ്ട് കൊടുത്തു. അതിനെ നമുക്ക് ഏത് പൊസിഷനിൽ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ലെഫ്റ്റും റൈറ്റും ഏത് പൊസിഷനിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. ഞാനിതിപ്പോൾ നമ്മുടെ യോക്കിൽ ഒരു 13 ഇഞ്ചസ് വരെ ഞാൻ ഈ വർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മെറ്റീരിയൽ മാർക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വർക്ക് ഞാനിവിടെ മെറ്റീരിയൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ജോർജറ്റാണ് കേട്ടോ. ജോർജറ്റിൽ ഒരു പാരറ്റ് ഗ്രീൻ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ കളറ്. അത്ര നല്ല പാരറ്റ് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു മങ്ങിയൊരു കളറാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കട്ട് ബീഡ് മാത്രം വെച്ചിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. ആൻറ്റിക് ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വർക്കിലോട്ട് കിടക്കാം. ഞാൻ എന്താണ്ട് ഇവിടെ മെറ്റീരിയൽ ഇതുപോലെ ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ നമ്മൾ ഈ വരച്ചിരിക്കുന്ന അതേ ലൈനിലൂടെ തന്നെ ചെയ്ത് പോയാൽ മതി. നമുക്ക് ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്താണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ നമ്മുടെ വർക്ക് വരുന്നത്. നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പ് കൊടുത്ത് ഒരു ചെറിയൊരു കർവ് പോലെ വരച്ച് യോക്ക് പോർഷൻ ഫുള്ളും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കേണ്ടേ ഉള്ളൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. നമ്മൾ ആ ഡ്രോ ചെയ്യുന്ന ലൈനിലൂടെ തന്നെ കറക്റ്റായിട്ട് ചെയ്ത് പോയാൽ മാത്രം മതി കേട്ടോ. ഈസിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ്. നമ്മൾ കട്ട് ബീഡ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിൽ തന്നെയാണ്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.